Sridhar Babuji, Joseph Ji, senior leader, UDF leaders on the dais, party workers, candidates, T.N. Pratapan, Ajay Mohan Ji, Rashid Ji, P.N. Vyashak Ji, Rajan Ji, Shaji K Ji, Sunil Lalur Ji, Sivan Natika Ji, brothers and sisters, I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, മുതിർന്ന നേതാക്കളെ, സ്ഥാനാർത്ഥികളെ, കോൺഗ്രസ് പാർട്ടിയുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. Have you noticed that there is a ad campaign, left front ad campaign, which shows the chief minister and asks the question, who else? നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരസ്യ പ്രചരണവും പരസ്യ ബോർഡുകളും, അതിൽ മുഖ്യമന്ത്രിയുടെ പടമുണ്ട്, എന്നിട്ട് ചോദിക്കും മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്ന പ്രചരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have they seen this campaign? നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ ഈ പ്രചരണം? Not yet. Okay. Because there are billboards across Kerala with chief minister's face saying who else. അതെന്താണെന്നറിയോ? കേരളം മുഴുവൻ പരസ്യ ബോർഡുകളുണ്ട്, മുഖ്യമന്ത്രിയുടെ മുഖമുള്ള, എന്നിട്ട് ചോദിക്കാണ് മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്നത് കേരളം മുഴുവനുണ്ട്. As if there is nobody else who can lead Kerala except one man. ഈ ഒരു മനുഷ്യനല്ലാതെ കേരളത്തെ നയിക്കാൻ വേറെ ആരും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. Imagine there in Delhi there is a man who thinks there is nobody who can lead India other than him, called Modi, and in Kerala there's a fellow who thinks there is nobody in Kerala who can lead Kerala except him. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാ, ഡൽഹിയിൽ ഒരു മനുഷ്യനുണ്ട്, മോദി എന്നുള്ള പേരുള്ള മനുഷ്യൻ, എനിക്കല്ലാതെ ഈ രാജ്യത്തെ നയിക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. അതുപോലെ നിങ്ങളുടെ കേരളത്തിലുണ്ട്, ഞാനല്ലാതെ വേറെ ആർക്കും കേരളത്തെ നയിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. Look at the arrogance in these people. ഈ ആളുകളുടെ ധാർഷ്ട്യം ഒന്ന് നിങ്ങൾ നോക്കിക്കേ. That they think that they are the only people who can lead Kerala and the country. അവര് വിചാരിക്കുന്നു ഈ കേരളത്തെയും ഈ രാജ്യത്തെയും നയിക്കാൻ കഴിയുന്ന ഒരേ ഒരു ആളുകൾ അവരാണെന്നാണ് അവർ കരുതുന്നത്. And both of them are in partnership. അവര് രണ്ടുപേരും പങ്കാളിത്തത്തിലാണ് ഇന്നുള്ളത്. They are supporting each other. അവർ രണ്ടുപേരും പരസ്പരം പിന്തുണയ്ക്കുകയാണ്. I know they are supporting each other because I face Modi. കാരണം ഇവരങ്ങനെ രണ്ടുപേരും പരസ്പരം പിന്തുണയ്ക്കുകയാണെന്ന് എനിക്കറിയാം, കാരണം ഞാൻ മോദിയെ നേരിടുന്ന ആളാണ്. They took away my government house. They took away my Lok Sabha membership. Brother, they took away my Lok Sabha membership. They interrogated me for 55 hours. ED, CBI, ED, Income Tax Department, all of them. അത് മാത്രമല്ല, അവരെന്നെ ഔദ്യോഗിക വസതി അവിടെ നിന്ന് എടുത്തു മാറ്റി, എന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കി, അവരെന്നെ മണിക്കൂറുകൾ തുടർച്ചയായി ചോദ്യം ചെയ്തു. അത് മാത്രമല്ല, ഇഡിയും എൻഫോഴ്സ്മെന്റും CBI ഡയറക്ടറേറ്റും CBIയും എല്ലാം എന്റെ പിറകിലാണ്. If you fight the BJP, they will put cases on you, they will attack you. 36 cases on me. നിങ്ങൾ BJP എതിർക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ആക്രമിക്കും, നിങ്ങൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യും. എനിക്കെതിരെ 36 കേസുകളാണുള്ളത്. And my attitude with them is, you do what you have to do, I do what I have to do. എന്റെ അവരോടുള്ള സമീപനം എന്താണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളുക, എനിക്ക് വേണ്ടത് ഞാനും ചെയ്യും. But surprisingly, no cases, no attack from BJP on your chief minister. പക്ഷേ അതിശയകരമെന്ന് പറയട്ടെ, നിങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസും ഇല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രി ഒരു വിധത്തിൽ ആക്രമിക്കുന്നുമില്ല. Prime Minister Modi comes here, in every speech he talks about God, he talks about Hinduism, he talks about religion. But in Kerala, he does not talk about Sabarimala and the gold stolen from Sabarimala. പ്രധാനമന്ത്രി കേരളത്തിൽ വരും, എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം അമ്പലങ്ങളെ കുറിച്ചും ദൈവ